വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇത് എൻ്റെ ഈ ചാനലിലെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ്. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സെർവിക്കൽ സർക്ലേജ് അഥവാ സെർവിക്കൽ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പം ഈ ഒരു സെർവിക്കൽ സർക്ലേജ് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങും കൂടിയാണ് ഈ വീഡിയോ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ സെർവിക്സ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. സെർവിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വജൈനയുടെയും യൂട്രസിൻ്റെയും കണക്ട് ചെയ്യുന്നൊരു പാർട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു അതിനെയാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത്. അപ്പം സെർവിക്സിനെ നമുക്ക് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗർഭാശയമുഖം എന്ന് പറയാം. അപ്പം സെർവിക്കൽ സർക്ലേജ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേറ്റ് മിസ്കാരേജ് അല്ലെങ്കിൽ പ്രീ ടേം ബർത്ത് ഒക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെർവിക്കൽ സർക്ലേജ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ ഒരു സെർവിക്സിനൊരു നിശ്ചിത ഒരു നീട്ടം ലെങ്ത്ത് വേണം നമുക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രീ ടൈം ബർത്തൊക്കെ ഇല്ലാതെ ഇരിക്കുകയുള്ളൂ. അപ്പം ആ ഒരു ലെങ്ത്ത് നമുക്ക് ഇല്ലാതെ വരുമ്പം അല്ലെങ്കിൽ അത് ഷോർട്ട് ആവുന്ന സമയത്തായിരിക്കും ഈ ഒരു സെർവിക്കൽ സർക്ലേജ് നമുക്ക് ഇടുന്നത്. അപ്പം ഇത് സ്കാനിങ്ങിലൂടെയാണ് കണ്ടുപിടിക്കുക നമ്മുടെ ഡോക്ടേഴ്സ്. അപ്പം നമ്മുടെ സ്കാനിങ്ങിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നതിന് കൂടെ നമ്മുടെ ഈ ഒരു സെർവിക്സിൻ്റെ ലെങ്ത്ത് കൂടെ നോക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ എക്സ്പീരിയൻസിലേക്ക് കിടക്കാം. എനിക്ക് ഈ ഒരു സെർവിക്കൽ ഇൻകോമ്പറ്റൻസ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ട്വിൻസാണ്. അപ്പം ട്വിൻസ് ആകുമ്പോൾ ഇതിന് ചാൻസസ് കൂടുതലാണ്. കൂടുതൽ ട്വിൻസ് ഉള്ള ആൾക്കാർക്കും ഈ ഒരു സെർവിക്കൽ സർക്ലേജ് ഇട്ടിട്ടുണ്ടാവും. അപ്പം എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മന്തൊക്കെ ആയപ്പം സ്കാൻ ചെയ്തപ്പോൾ എനിക്കൊരു ബോർഡർ ലൈനിലായിരുന്നു എനിക്കൊരു ലെങ്ത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഒരു ചാൻസ് ഉണ്ട് നമുക്ക്, പക്ഷേ അപ്പോൾ എനിക്കത് ഭയങ്കര പേടിയാണ്. എനിക്ക് ഈ സ്റ്റിച്ച് ചെയ്യണം, യൂട്രസിന് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഡോക്ടർ എനിക്ക് അതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ, മെഡിസിൻസ് എന്തെങ്കിലും കഴിച്ചിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം നമുക്ക് ഒരു ബോർഡർ ലൈനിലാണ് ഉള്ളത്, ഇതുപോലെ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് ഇടേണ്ടി വരില്ല. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കി പോകും. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി എന്നുള്ളൊരു ഇതിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മന്ത്ലി ട്വിൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കാനിങ് ഒക്കെ കൂടുതലാണ്. സാധാരണ ഒരു സിംഗിൾ പ്രഗ്നൻസി പോലെയല്ല, സ്കാനിങ് ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർവീസ് ലെങ്ത്തും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് സർവീസ് ലെങ്ത്ത് നോക്കി പോകുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓക്കെ, കുഴപ്പമില്ലാണ്ട് തന്നെ മുന്നോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഞാൻ 4 മാസമായി 5 മാസമായി, ഓക്കെ ഇനി എനിക്ക് സ്റ്റിച്ച് ഇടേണ്ടി വരില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ എൻ്റെ ആ ഒരു ഛർദി, വൊമിറ്റിങ്, ആ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഒരു മാറിയ ടൈമായിരുന്നു. 5-ാം മാസമൊക്കെ കഴിയാനായി, 6-ാം മാസം സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ പുറത്തൊക്കെ പോവുകയും പിന്നീട് ഫിലിമിന് പോവുകയും അങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ നടക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് പെട്ടെന്നൊരു 13 ദിവസത്തെ ഗ്യാപ്പിലാണ് ഞങ്ങൾ നെക്സ്റ്റ് സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മന്തിൽ സ്കാൻ ചെയ്തപ്പം കുറച്ച് ഓപ്പണായി, അതായത് സർവീസ് കുറച്ച് ഡയലേറ്റ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്കൊന്നും നോക്കാൻ പറ്റില്ല, ഇന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കോളൂ, നമുക്ക് നാളെ തന്നെ ഈ ഒരു സർക്ലേജ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ ഡോക്ടറുടെ ഒപ്പിയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് കരയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എനിക്ക് പ്രസവിക്കുന്നതിനേക്കാളും പേടിയായിരുന്നു ഈ ഒരു സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. കാരണം നമ്മുടെ യൂട്രസിലൊരു സ്റ്റിച്ച് ഇടുവാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ എൻ്റെ ഡോക്ടേഴ്സ് എല്ലാവരും എന്നെ നല്ലോണം എന്താ പറയുക കംഫർട്ട് ആക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കുറേ എൻ്റെ ഡോക്ടർ എനിക്ക് കുറേ ധൈര്യമൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് വരാം എന്നൊക്കെ. എനിക്ക് കുറച്ച് വീട്ടിൽ പോയി 5 മിനിറ്റ് കിടന്ന് സമാധാനിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വീട്ടിൽ പോയി ഫ്രഷായി നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് ഞാനും അമ്മയും എൻ്റെ ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ക്യാനുല ഇട്ടു കഴിഞ്ഞിട്ട് എന്തൊക്കെയോ മരുന്നുകൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ മെഡിസിൻസ് ഇങ്ങനെ ഡ്രിപ്പ് ഇട്ട് തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരു ദിവസം മുമ്പേ എന്തായാലും അഡ്മിറ്റ് ആവണം, നമുക്ക് കുറച്ച് മെഡിസിൻസൊക്കെ ഇങ്ങനെ ട്രിപ്പിലൂടെ കയറ്റാനുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രിപ്പിൽ ഇങ്ങനെ കയറ്റാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു രാത്രി ഞാനിങ്ങനെ പേടിച്ച് ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല. പേടിച്ച് ഇടയ്ക്ക് കണ്ണടയ്ക്കും, ഇടയ്ക്ക് ഉണരും, അങ്ങനെയൊക്കെ ആ ഒരു രാത്രി കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം രാവിലെ ആയപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നത് അയ്യോ എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, ഇവർ വെറുതെ പറയുന്നതാണ്, എനിക്ക് വേണ്ട. പിന്നെ
പിന്നെ രാവിലെ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ റൗണ്ട്സിനൊക്കെ വരുമല്ലോ, അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം വരുന്ന ഡോക്ടേഴ്സൊക്കെ എന്നെ സമാധാനിപ്പിച്ചു. നമ്മുടെ ബേബീസിന് വേണ്ടിയിട്ടല്ലേ, ഇതിടാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേബീസ് ഇത്രയും നമ്മൾ പല കാര്യങ്ങളും സഹിച്ച് ഇത്ര എത്തിയതല്ലേ, അപ്പം ബേബീസിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ഓക്കെ ആയി, ഒരുവിധം ഓക്കെ ആയെങ്കിലും എനിക്ക് മനസ്സിൽ നല്ല പേടിയായിരുന്നു. അങ്ങനെ പിന്നെ അതുമാത്രമല്ല, ഈ അനസ്തേഷ്യ തന്നിട്ടാണ് നമുക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ അനസ്തേഷ്യനെ പറ്റിയിട്ടൊക്കെ കുറേ പേരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു പേടിയും ഉണ്ടായിരുന്നു. അനസ്തേഷ്യ അങ്ങനെയാണ്, വളച്ച് കുത്തി അനസ്തേഷ്യ തരും, പെയിനായിരിക്കും, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഒരു പേടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്നെ ലേബർ റൂമിലേക്ക് കയറ്റി. ലേബർ റൂമിൽ ഞാൻ കുറേ നേരം നിന്നു. അപ്പം എനിക്കവർ വേറെ കുറേ പേരിങ്ങനെ ഡെലിവറി ആവാനായിട്ടൊക്കെ കിടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തായിരുന്നു എന്നെയും കിടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ നിന്ന് എനിക്ക് കുറേ നേരം കിടന്നു. കുറേ നേരം ഞാൻ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കിടന്ന് അവസാനം അവർ എനിക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇടുന്നൊരു ഡ്രസ്സ് കൊണ്ടിട്ട് തന്നു. ആ ഡ്രസ്സും കൂടി ഇട്ടപ്പം എനിക്ക് നെഞ്ചിടിക്കലിങ്ങനെ കൂടി. എൻ്റെ അടുത്ത് വേറൊരു ചേച്ചി കിടക്കുന്നുണ്ട്. ആ ചേച്ചിക്കൊരു യൂട്രസ് റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്പറേഷനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ ചേച്ചിനോട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അനസ്തേഷ്യ ഡോക്ടർ വന്ന് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഡോക്ടർ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അലർജീസ് ഉണ്ടോ, അതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് നമ്മൾ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും. കുഴപ്പമൊന്നുമില്ല, ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങളൊന്നും അറിയത്തില്ല, പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിപ്പോയി. അങ്ങനെ ഫൈനലി എന്നെ കൊണ്ടുപോയി. അപ്പം അതിനു മുമ്പ് നമുക്ക് ഈ ഒരു സർക്കുലേറ്റ് ചെയ്യുമ്പം യൂറിൻ കത്തീറ്റർ ഇടും. അപ്പം എനിക്കത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഈ യൂറിൻ ട്യൂബ് നമുക്ക് ഇടുന്ന കാര്യം. ഇതൊരു മൈനർ സർജറി ആണല്ലോ, അപ്പോൾ ഇതിന് അതൊന്നും വേണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സിസ്റ്റർമാർ എൻ്റെ അടുത്തേക്ക് യൂറിൻ കത്തീറ്റർ ഇടാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കിതൊന്നും വേണ്ട, എനിക്കിതൊന്നും പറ്റത്തില്ല, ഇതെനിക്ക് ആവശ്യമില്ല, എൻ്റെ ചെറിയൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവർ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു, ഇതിന് ഇടണ്ടേ ഡോക്ടറിനെ? അപ്പോൾ ഡോക്ടർ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേടി കണ്ടപ്പോൾ ഒരു സിസ്റ്റർ ചോദിച്ചു, എന്ത് പറ്റി, പേടിയായിട്ടാണോ ഇടണ്ടെന്ന് പറഞ്ഞത്? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണെന്ന്. അപ്പോൾ പറഞ്ഞു എന്നാൽ സാരമില്ല, നമുക്ക് അനസ്തേഷ്യ തന്നു കഴിഞ്ഞിട്ട് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പകുതി ആശ്വാസമായി. എനിക്കപ്പോൾ ഇട്ടില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. അവിടെ നിന്ന് എല്ലാം ഓപ്പറേഷൻ തിയേറ്ററിലേറ്റും സർജിക്കൽ കാര്യങ്ങളൊക്കെ, ആ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ടേബിളിൽ എന്നെ കിടത്തി. ചെരിച്ചായിരുന്നു കിടത്തിയത്. അപ്പം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് അനസ്തേഷ്യ തരുമ്പോൾ നമ്മളെ വളച്ചു കൂട്ടി അങ്ങനെയൊക്കെയാണ് തരുന്നത്, വലിയ വേദനയാണ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നോട് അങ്ങനെ എന്നെ വളച്ചു കൂട്ടിയൊന്നുമില്ല. എന്നോട് പറഞ്ഞു ഇങ്ങനെ തണുപ്പൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ചുരുണ്ട് കിടക്കില്ല, അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറഞ്ഞു. ഞാൻ കിടന്നു. അപ്പം ഓക്കെ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്തോ ഒരു ക്ലീൻ ചെയ്യുകയാണെന്ന് തോന്നുന്നു, എന്തോ ഒരു തണുത്തൊരു ഇതിങ്ങനെ പുരട്ടുന്നത് പോലെ തോന്നി. അതിനുശേഷം എന്നോട് ഡോക്ടർ പറഞ്ഞു ഞാൻ അനസ്തേഷ്യ കൊടുക്കാൻ പോവുകയാണെന്ന്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തു അനസ്തേഷ്യ കൊടുക്കാൻ. പക്ഷേ എനിക്കങ്ങനെ ഒന്ന് സൂചി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൊടുന്ന പോലെ തോന്നിയുള്ളൂ, വലിയ പെയിനില്ല. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. പിന്നെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശ്വര ഇത്രയേ ഉള്ളൂ അനസ്തേഷ്യ കൊടുക്കുന്നത്, എനിക്കൊരു പെയിനില്ല. ഞാൻ ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും പെയിനില്ലാത്തത് അനസ്തേഷ്യേൻ്റെ ആയിരുന്നു. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, എൻ്റെ അഭിപ്രായം, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒട്ടും പെയിനില്ലായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടായിരുന്നത് ഒരു 2 മന്തോ 3 മന്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഹെൽത്തിൽ നിന്നൊരു വാക്സിൻ വെക്കും, അതന്നെ എനിക്ക് ഏറ്റവും പെയിനുള്ളൊരു ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതെനിക്ക് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് തിരിച്ച് കിടത്തും, പെട്ടെന്ന് തന്നെ അവർ തിരിച്ചെടുത്തും. എന്നിട്ട് മുട്ട സൂചി കൊണ്ട് അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ അറിയുന്നുണ്ടോ എന്ന് ഇങ്ങനെ തോന്നി. അപ്പം എനിക്ക് ചെറുതായിട്ട് അറിയുന്നത് പോലെ തോന്നി. അപ്പോൾ പറഞ്ഞു ഒരു സ്ഥലത്ത് വയറിൻ്റെ അവിടെ തൊട്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് അറിയുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ ചെറുതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിനെ ഇല്ല, നേരത്തെ തൊട്ട സ്ഥലത്തിൻ്റെ അത്രയും കയ്യിലത്രയും ഇല്ലല്ലോ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലയെന്ന്. അപ്പം പറഞ്ഞു ഇനി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ പേടിയായി, ഈശ്വര എനിക്ക് തരിച്ചിട്ടില്ലേ, കാലിൻ്റെ ഭാഗം തരിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അങ്ങനെ ഒരു തരിപ്പ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു വയറ് തരിച്ചിട്ടില്ലേ, അവിടെ തരിച്ചിട്ടില്ലേ, എനിക്ക് വേദന എടുക്കുമോ, അങ്ങനെയൊക്കെ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലോണം ഫുൾ തരിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കുറച്ച് ടൈം കൊണ്ട് തന്നെ ഇവർ സർക്കുലേറ്റ് ഇട്ടു. നമ്മുടെ വജൈന ഓപ്പൺ ആക്കിയിട്ട്
ഞാൻ എപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ എൻ്റെ ബേബീസിൽ ആരെങ്കിലും ഒരാൾ കരയും. ഞാനിപ്പോൾ ഇൻട്രോ തന്നെ ഒരു 4-5 തവണ എടുത്തു. ഇനി എനിക്ക് അങ്ങനെ എടുക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇനി ബാക്കി തുടർന്ന് പറയും. അപ്പം ഞാൻ എവിടെയായിരുന്നു ഈശ്വരാ നിർത്തിയേ? ഓക്കെ, സെർവിക്സ് സ്റ്റിച്ച് ഇട്ടു. അവരാദ്യം ക്ലീനൊക്കെ ചെയ്ത് വജൈന എന്തോ ഒരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് ഓപ്പൺ ആക്കിയിട്ട് അവർ സ്റ്റിച്ച് ചെയ്തു. അധികം ഒന്നും ലേറ്റ് ആയില്ല, പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം അവർ എന്നെ ഒരു ഇതിലേക്ക് വേറൊരു ഇതിനകത്തേക്ക് മാറ്റി കിടത്തി. എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഒബ്സർവേഷൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം ഒബ്സർവേഷനിൽ ഇരുത്തും. ഒരു 1-2 മണിക്കൂർ കിടത്തും അവിടെ. അങ്ങനെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തരിപ്പ് പെട്ടെന്ന് തന്നെ എനിക്ക് വിടാൻ തുടങ്ങി. അപ്പം കാല് തട്ടിയപ്പോഴാണ് ഞാൻ എനിക്ക് യൂറിൻ ട്യൂബ് അപ്പം ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. എന്തോ തടയുന്ന പോലെ തോന്നിയപ്പോഴാണ് യൂറിൻ ട്യൂബ് ഇട്ടിട്ടുണ്ട്. തരിപ്പ് പെട്ടെന്ന് തന്നെ എനിക്ക് മാറി. എനിക്ക് ചെറുതായിട്ടിങ്ങനെ ഒരു ചെറിയൊരു മെൻസ്ട്രൽ ക്രാംസ് പോലെ, ക്രാംസ് ഒന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊരു പെയിൻ ഇങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊരു പെയിൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇവരെനിക്ക് ട്രിപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പുരുഷൻ തിയേറ്ററിൽ കയറിയത് മുതൽ നല്ല ഷിവറിങ് ഉണ്ടായിരുന്നു. ഷിവറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഷിവറിങ് ആയിരുന്നു കേട്ടോ. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു ഷിവറിങ് ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പേടിച്ചിട്ടായിരിക്കും ഷിവർ ചെയ്യുന്നത്, പക്ഷെ അതെൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല ആ ഷിവറിങ്. അപ്പം എൻ്റെ ഡോക്ടർ പറഞ്ഞു അത് ട്രിപ്പ് ഇടുന്നതിൻ്റെയാണ് ആ ഷിവറിങ് വരുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്നെ ഒബ്സർവേഷനിലേക്ക് മാറ്റിയിട്ടും ആ ഒരു ഷിവറിങ് ഉണ്ടായിരുന്നില്ല, കണ്ടിന്യൂ ആയിട്ട് ഷിവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇതൊക്കെ കഴിഞ്ഞിങ്ങനെ മാറ്റി എന്നെ ഒബ്സർവേഷനിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈശ്വരാ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഈ ടെൻഷൻ അടിച്ച് കൂട്ടിയതും കരഞ്ഞതും ഒക്കെ വെറുതെയാണല്ലോ, ചെറിയൊരു കാര്യമാണല്ലോ, ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒന്നും അറിഞ്ഞില്ല, എല്ലാം കുഴപ്പമില്ലാണ്ട് നടന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം കാണിക്കാമല്ലോ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അതായത് എനിക്കറിയാം ഹസ്ബൻഡ് ഭയങ്കര ടെൻഷനിലായിരിക്കും, കാരണം എൻ്റെ കാറിലും ഗൂഗിളൊക്കെ കേട്ടിട്ടാണ് പുള്ളി പുറത്ത് നിൽക്കുന്നത്. ഭയങ്കര ടെൻഷനിലായിരിക്കും, ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അപ്പം ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പുള്ളീനൊന്ന് അറിയിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് വരാൻ പറഞ്ഞത്. അങ്ങനെ അമ്മയും ചേട്ടയും കൂടെ വന്ന് എന്നെ കണ്ട് ഞാൻ നല്ല ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു അനസ്തേഷ്യ തന്ന് കിടത്തിയ ഒരാളാണ്, ഒരു ചെറിയൊരു സർജിക്കൽ പ്രോസസ്സിലൂടെ കിടന്നു വന്ന ഒരാളാണെന്നുള്ള ഒരു ഇതുമില്ല എൻ്റെ മുഖത്ത്. നല്ല എനർജറ്റിക്കായിട്ട് തന്നെയായിരുന്നു ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഫുഡൊക്കെ കഴിച്ചാൽ പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പോയി. കുറച്ച് നേരം കൂടെ എന്നെ അങ്ങനെ ഒബ്സർവേഷനിൽ കിടത്തിയിട്ട് പിന്നെ എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. റൂമിൽ ആ ഒരു ബെഡ്ഷീറ്റോട് കൂടെ തന്നെ എന്നെ ബെഡിലേക്ക് എടുത്ത് കിടത്തുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പ്രശ്നം എന്താ വെച്ചാൽ യൂറിൻ ട്യൂബ് ഊരണം, കാരണം എനിക്ക് പേടിയാണ്, ഇത് അഴിഞ്ഞു പോവോ, ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ കുറേ പേടിയും കാര്യങ്ങളൊക്കെ, ഇതൊന്നും ഇറിറ്റേഷനും ഉണ്ട് ഈ യൂറിൻ ട്യൂബ് കിടക്കുന്നതിൻ്റെ. അപ്പം ഇതൊന്ന് എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ, അതാണ് എൻ്റെ അടുത്ത ഒരു പ്രശ്നം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് വെച്ച്, ഡോക്ടറെ ഇതൊന്ന് അഴിച്ചു തരാമോ? അപ്പോൾ പറഞ്ഞു ഇപ്പം അഴിക്കാൻ പറ്റത്തില്ല, കാരണം സ്റ്റിച്ച് ഇട്ടിട്ടല്ലേ ഉള്ളൂ, നാളെ അഴിക്കാൻ പറ്റുള്ളൂ. 2-3 ഡോക്ടേഴ്സ് വന്നായിരുന്നു. 2-3 ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചു, പിന്നെ എൻ്റെ ഡോക്ടറോട് ഞാൻ ചോദിച്ചു. പിന്നെ അങ്ങനെ നമുക്ക് അഴിക്കാൻ പറ്റത്തില്ല, നാളെ അഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലാണ്ടായി. അങ്ങനെ വലിയ പെയിനും കാര്യങ്ങളൊന്നുമില്ല. പെയിനിൻ്റെ ഒക്കെ ഇഞ്ചക്ഷൻസ് ട്രിപ്പായിട്ട് ഇടുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും പെയിനൊന്നും എനിക്ക് അറിഞ്ഞില്ല. പിന്നെ അങ്ങനെ കിടക്കണമായിരുന്നു. എഴുന്നേൽക്കുമ്പോൾ രാവിലെ വന്ന് എന്നെ ഫസ്റ്റ് എണീച്ചപ്പം എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റിച്ച് കിടക്കുന്നതുകൊണ്ട് പേടി കൊണ്ടുള്ളൊരു ഇത് പയ്യെ ഞാൻ എണീറ്റത്, കാരണം എനിക്ക് അത്രയ്ക്ക് പേടിയുണ്ടായിരുന്നു. സ്റ്റിച്ച് വലിയോ വേദന എടുക്കുമോ എന്നുള്ളൊരു പേടി. പക്ഷെ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 3-4ാമത്തെ ദിവസം ഞങ്ങൾ ഡിസ്ചാർജായിട്ട് വീട്ടിലേക്ക് പോയി. അപ്പം ഈ അത് കഴിഞ്ഞിട്ട് എൻ്റെ സർവിക്കൽ സർക്കുലേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു February 14th വാലൻറ്റൈൻസ് ഡേൻ്റെ അന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ചെറിയൊരു റീലൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് എന്നോടത്ത് കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്ക് സർവിക്കൽ സർക്കുലേജ് ഇടാൻ പോവുകയാണ്, പെയിൻ ഉണ്ടോ, ഇതെങ്ങനെയാണ്, ഇതിൻ്റെ എക്സ്പെൻസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, സർവിക്കൽ സർക്കുലേജ് ഇടണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിടുന്നതായിരിക്കും ഏറ്റവും
ബെസ്റ്റ് കാര്യം. കാരണം ഈ സെർവിക്കൽ സർക്കുലേജ് ഇടാണ്ട് ഒരുപാട് നേരത്തെ പ്രസവിച്ചിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഈവൻ അബോർഷൻ ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സെർവിക്കൽ സർക്കുലേജ് ഇടണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് അതൊന്നും ആലോചിക്കരുത്, ഇടുക. അതാണ് നിങ്ങളുടെ ബേബീസിന് ഏറ്റവും സേഫായിട്ടുള്ളൊരു കാര്യമാണ്. ഇടുന്നതിന് മുമ്പ് ഞാൻ കുറേ ഇതൊക്കെ ഇങ്ങനെ സങ്കടവും കാര്യങ്ങളും വേണ്ടെന്നൊക്കെ തോന്നിയെങ്കിലും ഇട്ട് കഴിഞ്ഞ ശേഷം ഇത് ചെറിയൊരു പ്രോസസ്സാണ്. നമ്മുടെ ബേബീസ് സേഫ് ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഇടാൻ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഇടുക, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഒരു സർക്കുലേജൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിന്നെ സർക്കുലേജ് ഇട്ട ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കെയർ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പം ഈ ഒരു ഇത് ഭയങ്കര ലെങ്തായിട്ട് പോകുന്നതുകൊണ്ട് ഞാനിത് പാർട്ട് 2 ആയിട്ട്, അതായത് സെർവിക്കൽ സർക്കുലേജ് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം, എങ്ങനെ നോക്കണം അതിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ സെർവിക്കൽ സർക്കുലേജ് ഇടാൻ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ, സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവുന്നതായിരിക്കും. അത് ഞാൻ 1-2 ദിവസത്തിനകം തന്നെ ഇടുന്നതായിരിക്കും. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പെൻസിനെ കുറിച്ചും ഇത് കഴിഞ്ഞിട്ടുള്ള കെയറിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. താങ്ക് യു.